നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് സർവേകളൊന്നും കേട്ടാൽ LDF കുലുങ്ങില്ല, പ്രത്യേകിച്ച് CPM. അനുകൂലമായ സർവേ ഫലങ്ങൾ പുറത്തു വന്നാൽ അത് പ്രചരണത്തിന് ഉപയോഗിക്കുമെന്നൊഴിച്ചാൽ അവർ അറുമാദിക്കാറില്ല, അമിത ആത്മവിശ്വാസം കാട്ടാറുമില്ല. സർവേ ഫലം എതിരായാൽ CPM പുച്ഛിച്ചു തള്ളുകയും ചെയ്യും. കാരണം CPMന് വ്യക്തമായ നിഗമനങ്ങളുണ്ട്. കേഡർ പാർട്ടിയായി CPM അടിത്തട്ടിൽ നിന്ന് ഊറ്റിക്കുറുക്കി കാച്ചിയെടുക്കുന്ന കണക്ക് കൂട്ടലുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അവരുടെ കണക്കുകൾ പലപ്പോഴും തെറ്റാറുണ്ട്. ഇത് പലതവണ നാം കണ്ടതാണ്. പ്രത്യേകിച്ചും 2016 LDF അധികാരത്തിൽ ഏറിയതിൽ പിന്നെ പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണോ അതോ പാർട്ടിയുടെ കേഡർ സ്വഭാവം നഷ്ടപ്പെടുത്തിയതാണോ ഇതിന് കാരണമെന്ന് CPM ഇതുവരെ നിർവചിച്ചിട്ടില്ല. മേൽപ്പറഞ്ഞ രണ്ട് ഘടകങ്ങളും ഇതിനെ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മേൽ കമ്മിറ്റികളെയും നേതാക്കന്മാരെയും തൃപ്തിപ്പെടുത്താൻ പ്രാദേശിക നേതാക്കന്മാർ നൽകിയ കൊട്ടത്താപ്പ് കണക്കുകൾ CPMന് സമ്മാനിച്ച പൊല്ലാപ്പുകൾ ചെറുതല്ല. ഇതിന്റെ പ്രകടമായ ഉദാഹരണമായിരുന്നു 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ഘടകകക്ഷികൾ നൽകിയ കണക്കുകൾ. അന്ന് 8 മുതൽ 12 സീറ്റുകൾ വരെ LDFന് ലഭിക്കുമെന്നായിരുന്നു ലോക്കൽ കമ്മിറ്റികൾ നൽകിയ കണക്ക്. ഫലം വന്നപ്പോഴോ LDFന് ദയനീയ പരാജയമാണ് ഉണ്ടായത്. വെറും ഒരു പാർലമെന്റ് സീറ്റിൽ LDF ഒതുങ്ങി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾക്ക് മേലെ സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. 2021 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം CPM കണക്കുകൾ അപ്പാടെ അടിപടലം തകർന്നു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 4 ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMന്റെ കണക്കുകൾ അപ്പാടെ തെറ്റിയ കാഴ്ചയാണ് പാർട്ടിയെ ഇപ്പോൾ തെല്ലൊന്ന് ആശയക്കുഴപ്പത്തിൽ ആക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലോക്കൽ കണക്കുകളിൽ നിന്നൊട്ടും തെന്നിമാറി പോലീസിലെ ഇന്റലിജൻസ് വിഭാഗത്തെയും ചില സ്വകാര്യ കമ്പനികളെയും CPM ഇപ്പോഴാശ്രയിക്കുന്നത്. ഈ കണക്കുകളിലും മൂന്നാം ഭരണമുന്നണി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് CPMന്റെയും മുഖ്യമന്ത്രിയുടെയും ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമെന്നാണ് അറിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളും അസംബ്ലി തെരഞ്ഞെടുപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും ഞങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കിയത്. ഇതിന് 30 വർഷത്തെ കണക്കുകളെയാണ് ഞങ്ങൾ ആശ്രയിച്ചത്. 1995 മുതൽ 2025 വരെയുള്ള കണക്കുകളാണ് ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കുന്നത്. 1995 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചത് 650 ലോക്കൽ ബോഡീസാണ്, UDFന് 450. തുടർന്ന് 96 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFന് 80 സീറ്റും UDFന് 60 സീറ്റുകളുമാണ് ലഭിച്ചത്. എന്നാൽ 2000 ചിത്രം മാറി. ഇക്കുറി UDFന് 620 ബോഡികളാണ് ലഭിച്ചത്, LDFന് 470 ബോഡികളും. തുടർന്ന് UDFന് 99 സീറ്റും LDFന് വെറും 41 സീറ്റുകളും. 2005 കേരള ജനത ടേം വ്യവസ്ഥ തെറ്റിച്ചില്ല. വമ്പൻ മുന്നേറ്റമായിരുന്നു ഇക്കുറി LDF നടത്തിയത്. 720 ലോക്കൽ ബോഡികൾ സ്വന്തമാക്കി. 2006 LDF 98 സീറ്റുകളുമായി അസംബ്ലി കൈയടക്കി. തുടർ ഭരണമുണ്ടാകുമെന്ന് അന്ന് ഇരുമുന്നണികളും കണക്കുകൂട്ടിയത്. പക്ഷേ ജനങ്ങൾ നിലപാട് മാറ്റിയില്ല, ടേം വ്യവസ്ഥ ലംഘിച്ചില്ല. 2010 UDFന് 590 ബോഡികൾ ലഭിച്ചു, LDFന് ചെറിയ കുറവോടെ 500 നേടാനായി. തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തോടെ വെറും 72 സീറ്റുകൾ നേടി ഉമ്മൻചാണ്ടി അധികാരത്തിലേറി. 2015 വൻ അട്ടിമറിയോടെ LDF ലോക്കൽ ബോഡികളിൽ 820 എണ്ണമാണ് നേടിയത്, UDFനോ വെറും 360 എണ്ണവും. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുകളുമായാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. 2020 അത്രയും നേട്ടം LDFന് നിലനിർത്താനായില്ല. 760 എണ്ണമേ LDFന് നേടാനായുള്ളൂ, UDFന് 440. എന്നാൽ കണക്കുകൂട്ടലുകൾക്ക് അതീതമായ ഫലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് സമ്മാനിച്ചത്. UDFനെ ദയനീയമായി തറപറ്റിച്ച് 99 സീറ്റുകളുമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിഞ്ഞു. UDFനോ വെറും 41. ഈ കണക്കുകളുടെ അടിത്തറയിൽ നിന്നാണ് 2026 കണക്കുകൾ കൂട്ടുന്നത്. ഇത്തവണത്തെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFന് 700-നോടടുത്തും LDFന് 400 മേലിലും ആണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കറുത്ത കുതിരയായി BJPയും ഇത്തവണ ചിത്രത്തിലുണ്ട്. 11 അസംബ്ലി മണ്ഡലങ്ങളിൽ അവർ ഭൂരിപക്ഷവും 30 മേലിടത്ത് 2ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ഇത് കൃത്യമായും അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. ഇത് നിഷേധിക്കാനാകാത്ത വസ്തുതയാണ്. ഇരു മുന്നണികളും 100ഉം 110ഉം ഒക്കെ സീറ്റുകൾ ആണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് അമിതഭാവത്വവും അമിത അവകാശവാദവുമായിരിക്കുമെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. എങ്കിലും കണക്കുകൾ മേൽക്കൈ നൽകുന്നത് UDFനാണ്. അത് പരമാവധി 70 മേൽ സീറ്റുകൾ വരെ ആയിരിക്കും. LDFന് 55 സീറ്റുകൾ വരെയും BJPക്ക് 5 സീറ്റുകൾ വരെയുമായിരിക്കും. ഇതിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായേക്കാം. കഴിഞ്ഞ ദിവസം
NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞതുപോലെ ചെറിയൊരു തീപ്പൊരി മതി ഫലം മാറ്റിമറിക്കാൻ. അതുണ്ടായില്ലെങ്കിൽ ഇക്കുറി ഭരണം UDFന് തന്നെയായിരിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.